കുറേ വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയും ലാലേട്ടനെയും ഒരുമിച്ച് സ്ക്രീനിൽ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഫാമിലിയാർക്കൊക്കെ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന നല്ല അടിപൊളി പടമാണ്. ഇതിൽ ആര് സ്കോർ ചെയ്തിന് അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രശ്നത്തില്ല. അവര് കൊടുത്ത ക്യാരക്ടർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മമ്മൂക്കി ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകൻ എന്ന നിലയിൽ വളരെ സംതൃപ്തി നൽകി. 3 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. ഇറ്റ് ഇസ് എ ഡീസൻറ്റ് വാച്ച്. തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാര്യം 10-18 വർഷത്തിന് ശേഷമാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരുന്നത്. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ആൻഡ് ഓൾസോ ഇൻഡിവിജ്വൽ പെർഫോമൻസ് വാസ് റിയലി ഗുഡ്. അതിപ്പം ഏട്ടനെ എടുത്താലും ഇക്ക എടുത്താലും ഫഹദ് ആയാലും അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബനായാലും നയൻതാര ആയാലും രേവതി മാം ഡെഫിനറ്റ്ലി യെസ്. ഇതെല്ലാം ഇവരെല്ലാവരെയും ഒരുമിച്ച് കാണുന്നത് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ വിഷ്വൽ ട്രീറ്റ്. ഈ സിനിമയിൽ മോഹൻലാൽ സാറിനും മമ്മൂട്ടി സാറിനും ഈക്വൽ ആയിട്ടുള്ള റോളാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. പക്ഷെ സെക്കൻഡ് ഹാഫ് നമ്മളെ വേറൊരിടത്തേക്ക് കൊണ്ടുപോകും. ഭയങ്കരമായിട്ടുള്ള ചേസിങ് സീൻസും എല്ലാം കൂടെ ആയിട്ട് വലിയൊരു ഗ്രാഫിക് ബൂം തന്നെ അവസാനം സിനിമയിലുണ്ട്. VFX അല്ല, ടോട്ടലി പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കുറേ വിഷ്വൽ എഫക്ട്സ് ഒക്കെ ഇതിലുണ്ടായിരുന്നു. എനിക്ക് എന്തുകൊണ്ടോ നല്ല പടമായിട്ട് തോന്നി. എല്ലാവർക്കും ഈ ഫഹദ് ഫാസിൽ ഇതിൻ്റെ പെർഫോമൻസ് പെർഫെക്റ്റ് ആയിരുന്നു, പൊളിയായിരുന്നു. അതേപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ്റെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. എന്തുകൊണ്ടും ഇത് ഇവരുടെ എല്ലാം കരിയറിലെ ഒരു നെക്സ്റ്റ് 2020 എന്ന് പറയാവുന്ന ലെവലിലോട്ട് ഈ പടം എത്തി. അതിന് ഇതിൻ്റെ സംവിധായകൻ മഹേഷ് നാരായണനൊരു ഹാൻഡ്സ് ഓഫ് കൊടുക്കണം. അത്രയും പെർഫെക്റ്റ് ആയിട്ട് പുള്ളി അത് റൈറ്റ് ചെയ്തു. റിട്ടേണും ഡയറക്ഷനും പുള്ളിയാണ് ചെയ്തത്. ആ പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ സാറിൻ്റെ എൻട്രി എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഒരു പ്രത്യേകതരം ഒരു BGMോട് കൂടിയുള്ള ഒരു എൻട്രി. അത് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ഫാൻസിന് എന്തായാലും മസ്റ്റായിട്ട് ഇഷ്ടപ്പെടും. എന്തായാലും കുറേ വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയും ലാലേട്ടനെയും ഒരുമിച്ച് സ്ക്രീനിൽ കണ്ടതിൽ ഒരുപാട് സന്തോഷം. പിന്നെ രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ രണ്ടുപേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ്. പിന്നീട് നമ്മുടെ യങ് ആക്ടേഴ്സ് ആണെങ്കിലും അതുപോലെ ഫഹദ് ഫാസിലെ കുഞ്ചാക്കോ ബോബൻ്റെ ആണെങ്കിലും റോൾസ് വളരെ ആപ്റ്റ് ആയിരുന്നു. സരീൻ, ദർശന, അതുപോലെ തന്നെ നയൻതാര, രേവതി എല്ലാവരും. പിന്നെ എന്തായാലും ഇത്രയും വലിയൊരു പടം, ഇത്രയും ആക്ടേഴ്സിനെയൊക്കെ വെച്ചൊരു സിനിമ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഉണ്ടായതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും പ്രൊഡ്യൂസേഴ്സിന് ഇത്തരം സിനിമകൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ത്രില്ലിംഗ് ആണ്, എൻഗേജിങ് ആണ്. പിന്നെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗത്തിൽ സംഭവിക്കാവുന്ന ചില കാര്യങ്ങൾ. അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. കാലികമായി പ്രസക്തിയുള്ള സിനിമയാണ്, എല്ലാവരും കാണും. എല്ലാം അടിപൊളിയായിരുന്നു. മഹേഷ് ചേട്ടൻ നടന്നുണ്ട് പിടിച്ചു. എല്ലാവരും, ചേട്ടൻ മാത്രമല്ല എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്, എല്ലാവരും കാണണം. ഇത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അതാണ് പറഞ്ഞത്, അത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമല്ലോ, വല്ലപ്പോഴും കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് എൻജോയ് ചെയ്യണം. ഇത്രയും വലിയൊരു സിനിമയിൽ എനിക്കൊരു ചെറിയ ഭാഗമാകാൻ പറ്റിയെന്ന് ഒരുപാട് സന്തോഷമുണ്ട്. മമ്മൂക്കയോടൊപ്പം ലാലേട്ടൻ്റെ ഒപ്പം ഫഹദ് ചാബിസ്, രേവതി, നയൻതാര എല്ലാവരുടെയും കൂടെ എനിക്കൊരു സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്കണം. അതെ, പടത്തിലൊരു ചെറിയ ഭാഗമാണ്, പക്ഷെ ഇത്രയും വലിയൊരു സിനിമയുടെ ഒരു ചെറിയ ഭാഗമാകാൻ പറ്റിയെന്ന് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. വലിയൊരു സിനിമയിൽ ഒരു കുറച്ച് സ്പേസ് ഉണ്ടെന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഓഡിയൻസിനോട് പറയാനുള്ളത്, ഇങ്ങനത്തെ മൂവീസ് സ്വീകരിച്ച ഇനിയും നമ്മുടെ ഇൻഡസ്ട്രിയിൽ, മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്രയും സ്കെയിലിൽ കോണ്ടന്റ് ഡ്രിവൻ മൂവീസ് ഇനിയും ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതെ അതെ അതെ, എസ്പെഷ്യലി കോംബോ സീൻസ് ഒക്കെ കാണുമ്പോൾ ഞാൻ അധികം പറയുന്നില്ല, സിനിമയെ കുറിച്ച് അധികം പറയുന്നില്ല. പക്ഷെ എല്ലാ ക്യാരക്ടേഴ്സും ഇതിന്റെ കഥയാണ് മെയിൻ. നമുക്ക് അഫ്കോഴ്സ് എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ ഒരു കിഡിലെ പെർഫോമൻസ് ആയിരുന്നു. ലാലേട്ടനും ഫഹദ് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ ഒരു വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ഇതിൽ. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ വിതൗട്ട് ലാലേട്ടൻ ഈ സിനിമ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. പടം അടിപൊളിയാണ്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടിരിക്കേണ്ട ഏറ്റവും നല്ല മികച്ചൊരു ചിത്രം തന്നെയാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ മൊബൈലിൻ്റെ ദുരുപയോഗം, നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് അറിയാത്തൊരു അവസ്ഥയിൽ പോകുന്നതാണ്. ലാപ്ടോപ്പ്, മൊബൈല്, അതിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടിരിക്കേണ്ട, നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ ഇതിൽ കൂടെ നമ്മൾ കാണിച്ചു തരികയാണ്. പിന്നെ ഇതിൽ ആര് സ്കോർ ചെയ്തിന് അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രശ്നത്തില്ല. അവർ കൊടുത്ത ക്യാരക്ടർ ഏറ്റവും ബെസ്റ്റായിട്ട് മമ്മൂക്കി ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-18 വർഷങ്ങൾക്ക് ശേഷം ഇവർ രണ്ടാളും ഒരുമിച്ച് കാണാനായിട്ടുള്ളൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് എൻജോയ് ചെയ്യാന്നുള്ളതാണ്. എങ്ങനെ കിട്ടാനുണ്ട് ഫൈറ്റ് ആണെങ്കിലും നന്നായിട്ടുണ്ട്. അത് നമുക്ക് ഇവർ സിനിമകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെ 18 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ രണ്ടുപേരും ഒരേ സ്കെയിലിൽ കിട്ടുന്നത്. അതാണ് പാട്രിയോട്ട് എന്നുള്ള പടത്തിന്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. നമ്മുടെ 2 സൂപ്പർ
സ്റ്റാറിന്റെ പടങ്ങൾ വർഷങ്ങൾക്ക് ശേഷം നമ്മളെല്ലാവരും ചെറിയ പ്രായത്തിലായിരിക്കും നമ്മൾ ഈ പടം കണ്ടത്. 19 വർഷത്തിന് ശേഷം നമ്മൾ ഈ ഒരു പടം ഒരുമിച്ച് കാണുന്നത്. അപ്പോൾ മലയാളികൾക്ക് ഇതൊരു ആഘോഷമാണ്. പിന്നെ അതിലുപരി ഞങ്ങളെ സംബന്ധിച്ച് രണ്ടുപേരുടെയും കൂടെ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമാണ്. പിന്നെ പടം ഗ്യാരണ്ടിയാണ്. ഇതൊരു മഹേഷ് നാരായണ മൂവിയാണ്. നിങ്ങൾ എല്ലാവരും പറയുക ഇതൊരു 2020യും അത് മമ്മൂക്കലാലിൻ്റെ ഇടിയും അങ്ങനെ കാണാൻ പറ്റരുത്. ഇതൊരു മെസ്സേജ് തരുന്ന അവരുടെ ക്യാരക്ടറൈസ് ആയിട്ടുള്ള ഒരു പടമാണ്. ആ രീതിയിൽ നിങ്ങൾ വന്ന് കാണുക, പടത്തെ വിജയിപ്പിക്കുക. ഇനിയും ഇതുപോലൊരു പടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അല്ലേ ആഗ്രഹിക്കുന്നു. അതില് മമ്മൂക്ക മോഹൻലാൽ ലാലേട്ടനെ ഒരുമിച്ച് അഭിനയിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ആ ഒരു സിനിമയിൽ ഒരു ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് എല്ലാവർക്കും. സോ എല്ലാവരും ഡെഫിനറ്റ്ലി തിയേറ്ററുകളിൽ കാണുക. നിങ്ങൾക്ക് അത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. 2 വർഷത്തിന് മുകളിൽ അല്ലേ ഞങ്ങളെല്ലാവരും ഇതിന് 2 വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ ഇതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് അധ്വാനം ഉണ്ടായിരുന്നു. തിരുണ്ടായിരുന്നു. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇത് മലയാളി പ്രേക്ഷകരെ ഉദ്ദേശിച്ചിട്ട് എടുത്തിട്ടുള്ള സിനിമയാണ്. മലയാളി പ്രേക്ഷകർ ഇത്രയും എന്താ പറയാ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പ്രേക്ഷകർ ഉള്ളതുകൊണ്ട് മാത്രം അവരെ വിശ്വസിച്ചിട്ട് എടുത്തിട്ടുള്ള സിനിമയാണ്. അതുകൊണ്ട് ഓരോ മലയാളി പ്രേക്ഷകരും ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണണം. ഫാമിലിയാർക്കൊക്കെ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന നല്ല അടിപൊളി പടമാണ്. മമ്മൂട്ടി മോഹൻലാൽ ഒരുപാട് നാളുകൊണ്ട് കാത്തിരുന്നു. ഇപ്പോൾ ഇങ്ങനെ നല്ലൊരു പടം വന്ന് കണ്ടതാണ്. ഏതായാലും പൈസ വെറുതെ പോയില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി പടം. ചാക്കോച്ചൻ അതുപോലെ തന്നെ ഒരുപാട് മലയാള സിനിമയിലെ ഒരുപാട് താരനിര തന്നെ ഇതിനകത്ത് അണിനിരന്നിട്ടുണ്ട്. നമ്മുടെ നയൻതാര, പിന്നെ അതുപോലെ നന്ദിനി, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ട് കാര്യങ്ങൾ, ഫൈറ്റ് കാര്യങ്ങൾ, മോഹൻലാലും മമ്മൂട്ടി ഇതിനകത്ത് തകർത്ത് ആറാടിയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി പടം. നമ്മുടെ സമൂഹത്തിന് ഒരു മെസ്സേജ് ഇതിൽ പാസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം വളരെ വർദ്ധിച്ചു വരികയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മൊബൈലുകൾ, പഴയ മൊബൈലുകളൊക്കെ നമ്മൾ വിൽക്കുക എന്നുള്ളൊരു സംഭവം കൂടി ഇപ്പോൾ ഒരു ട്രെൻഡാണ്. പക്ഷെ അതൊക്കെ അതുണ്ടാക്കുന്ന ഡിഫക്റ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഇതിൽ വരച്ച് കാണിക്കുന്നുണ്ട്. ശരിക്ക് നാളെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതാണ്, കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു മെസ്സേജ് ഇതിൽ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളക്കരയാകെ ഇത് ചർച്ച ചെയ്യപ്പെടും. സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗമൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഇതിൽ വരച്ച് കാണിക്കുന്നുണ്ടെന്നുള്ളതിൽ പാട്രിയറ്റ് മലയാളി പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കോംബോ മമ്മൂക്ക ലാലേട്ടൻ. വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ചിത്രം കാണാൻ വേണ്ടിയാണ് ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ വന്നത്. തീർച്ചയായിട്ടും ഒരു ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ മഹേഷ് നാരായണൻ ചിത്രം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്രയും ആർട്ടിസ്റ്റുകളെ കോർത്തിണക്കി കൊണ്ടുപോയ രീതി, ഫഹദ് ഫാസിലിനും കുഞ്ചാക്കോബനും അതേപോലെ തന്നെ നമ്മുടെ നയൻതാര, രേവതി ചേച്ചി, ഇവർക്കൊക്കെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു റോള്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവർക്ക് ഓരോ ആർട്ടിസ്റ്റിനും ഓരോ സീനും ഉണ്ടെങ്കിൽ പോലും അവരുടെ പ്രാധാന്യം അത്രമാത്രമാണ് ഈ ഒരു ചിത്രത്തിൽ. പിന്നെ ടേക്ക് ഓഫ് പോലുള്ള ചിത്രങ്ങൾ എടുത്ത സംവിധായകനാണ് മഹേഷ് നാരായണൻ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഈ ഒരു സാമൂഹ്യ പ്രശസ്തിയുള്ളൊരു വിഷയം കൈകാര്യം ചെയ്ത രീതി അത് പ്രേക്ഷകൻ എന്ന നിലയിൽ വളരെ സംതൃപ്തി നൽകി. 3 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. 2.5 മണിക്കൂർ കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് പോകാനൊക്കെയാണ് നമ്മൾ ഒരു ചിത്രം കാണുമ്പോൾ വരുമ്പോൾ തോന്നുന്നത്. പക്ഷേ ഈ ഒരു ചിത്രം 3 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. അതിൽ മഹേഷ് നാരായണൻ എന്ന് പറഞ്ഞ സംവിധായകന് അഭിനന്ദനം അറിയിക്കുന്നു. മികച്ചൊരു എഡിറ്റർ കൂടിയായ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെ അണിയിച്ചൊരുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും എൻ്റെ വിജയാശംസകൾ നേരുന്നു.